ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഫിഷ് മസാലയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഏകദേശം ഒരു 600 ഗ്രാം ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യമായി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് മീനിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ മസാല നമ്മുടെ മീനിന്റെ ഈ പീസുകളിലേക്ക് നമുക്ക് നന്നായിട്ട് കൈ യൂസ് ചെയ്ത് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇതുകൂട്ടത്തെ മീൻ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ നമുക്കായിട്ട് പറ്റത്തുള്ളൂ. ഇതേപോലെ മീനിന്റെ 2 സൈഡിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അതായത് ഇതിന്റെ ഉപ്പും ആ എരിവും ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം നമ്മുടെ മീനിന്റെ എല്ലാ വശത്തേക്കും നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുകൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മസാല എല്ലാം മീനിലേക്ക് നമുക്ക് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിന്റെ എരിവും ആ ഉപ്പും എല്ലാം കറക്റ്റായിട്ട് മീനിലേക്ക് പിടിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മളിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു പച്ചമുളക് കൂടെ നമ്മൾ ഇതുകൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്ന സവാളയാണ്. നമ്മളൊരു 2 മീഡിയം സൈസ് സവാള നമ്മൾ ഇതുകൂട്ട് നമ്മുടെ ചോപ്പർ യൂസ് ചെയ്ത് നമ്മൾ ഇതൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ കുറച്ച് വാളംപുളി നമ്മൾ ഇതുകൂട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് കസൂരിമേത്തിയാണ്. നമ്മളിവിടെ 1 ടീസ്പൂൺ കസൂരിമേത്തി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മളിവിടെ 2 തണ്ട് കറിവേപ്പില കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല തിക്കായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യമായി നമുക്കൊരു മസാല തയ്യാറാക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇതുകൂട്ടൊരു പാൻ എടുക്കാം. പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല ജീരകവും വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തീ നമ്മൾ മാക്സിമം കുറച്ച് വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. ഇത് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിന്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇത്രയും ആകാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂട്ടൊരു പാൻ വെക്കാൻ. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2.5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 2.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡ് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മറ്റേ സൈഡിലേക്ക് നമുക്കൊന്ന് തിരിച്ചിടാം. മീനിന്റെ പീസസ് എല്ലാം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 2.5 മിനിറ്റോടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോഴേക്കും മീനിന്റെ 2 സൈഡും കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ 2 സൈഡും കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മളിത് ഇവിടെ വെച്ച് മാത്രമല്ല നമ്മളിത് കറിയാക്കുമ്പോൾ നമ്മൾ വീണ്ടും വേവിക്കുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അവിടെ വെച്ച് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് കറിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇത് കൂട്ടൊരു പാത്രം വെക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങളും ഇതേപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈപ്പ് ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് നമ്മുടെ ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള കറക്റ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മസാലയുടെ ഒരു പേസ്റ്റ് അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസൂരി മേത്തി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഈ കസൂരി മേത്തിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഈ മസാലയ്ക്കകത്ത് പിടിക്കുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, നമ്മളിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് തുടർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് വാളംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടതിന്റെ ആ ഒരു ജ്യൂസ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ പുളി എത്രത്തോളം വേണമെന്നനുസരിച്ച് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് തുടർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ കറി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തുടർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിന്റെ പീസുകൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീനിന്റെ പീസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. നമുക്ക് ഈ മീനിന്റെ പീസസ് എല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിടാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നമ്മളിത് പൊടിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. നമ്മൾ ഈ കറിക്കകത്തോട്ട് മീനിന്റെ പീസസ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒത്തിരി കൂടാൻ പാടില്ല. നമ്മുടെ പീസൊക്കെ ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് പൊടിഞ്ഞു പോകും. മീനിന്റെ പീസസ് എല്ലാം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൂട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഈ പാലെല്ലാം കറക്റ്റായിട്ട് ഇതിലൊന്ന് മിക്സ് ആകുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. നമ്മുടെ കറിയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പീസസ് ഒക്കെ കറക്റ്റായിട്ട് വെന്തിട്ടും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓരോരുത്തരുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഫിഷ് മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് ശരിക്കും നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിരിക്കും നമുക്ക് ഇച്ചിരി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.